സുദർശനെ കല്യാണം കഴിക്കാൻ MD നിർബന്ധിച്ചത് ഞാനാ. നടക്കാതെ പോയത് വലിയ നഷ്ടമായിപ്പോയി. ആ, അതൊക്കെ പോട്ടെ. ഇനി എന്താ ഭാവം? വാതിലടയ്ക്കണം. ഓ, ഫീലിംഗ് ഓഫ് ഇൻസെക്യൂരിറ്റി. അതാ ഞാൻ പറയാൻ വന്നത്. എല്ലാവരും ഉണ്ടായിട്ടും ആരുമില്ല സുദർശനിക്ക്. ആ സമയത്ത് വന്നൊരു ആഭാസനായിട്ട് എന്നെ കാണരുത്. എന്ത് സഹായത്തിന് ഞാനുണ്ടാവും. Get out. I say get out. എന്താ ചേച്ചി, എന്തിനാ അയാൾ വന്നത്? സഹതാപം അറിയിക്കാൻ. കാര്യങ്ങൾ ഈ സ്പീഡിൽ പോകുകയാണെങ്കിൽ നമുക്ക് ഉടനെ ഒരു കാറ് വാങ്ങിക്കാം, ഇല്ലേണ്ടാ? അണ്ണാ, എനിക്കൊരു ആഗ്രഹമുണ്ട്. ഇപ്പോഴൊന്നും വേണ്ട, പിന്നെ മതി. ഞാൻ പറയുന്ന അണ്ണൻ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. അണ്ണ ഒരു കാറ് വാങ്ങിച്ച് പിന്നെ ഒരു കാറ് വാങ്ങിച്ച് ഒരുപാട് കാശുണ്ടാക്കി പത്രമൊക്കെ വാങ്ങിച്ച് കഴിയുമ്പോ എന്തെങ്കിലും മിച്ചം കാണുമല്ലോ, അത് ചില്ലറാക്കി എനിക്ക് തരണം. എന്തിനാ ചില്ലറയായിട്ട്? അത് ഒരു കാര്യമുണ്ട്. പറയാം, ആദ്യം വണ്ടി നിർത്തണം. മൂത്രമൊഴിക്കാനാ? വണ്ടി നിർത്തണം അണ്ണാ. വണ്ടി നിർത്തിയിട്ട് അത് പറഞ്ഞാലേ ശരിയാവും. അതുകൊണ്ടാ. പ്ലീസ് ഒന്ന് നിർത്തണം. മടി നിറയെ ചില്ലറ അണ്ണൻ തരുന്നത്. ആ ചില്ലറയുമായിട്ട് ഞാൻ നാഗർകോവിലിൽ ചെന്നിറങ്ങുന്നു. അവിടെയുള്ള പാവങ്ങൾക്ക് മുഴുവൻ ഞാൻ കൊതുക് തിരി വാങ്ങിച്ചു കൊടുക്കുന്നു. കൊതുകുകളില്ലാത്ത ഒരു നാഗർകോവിൽ, അതാണ് എന്റെ സ്വപ്നം. ചിഞ്ചിലം, ആ ചിഞ്ചിലം. നിനക്ക് വീണ്ടും അസുഖം തുടങ്ങിയല്ലേ? ഇല്ല, എനിക്ക് തോന്നിയല്ല അണ്ണാ, സത്യമായിട്ടും എന്നെ കൊതുക് കടിച്ചതാ. നമസ്കാരം. ചൈതന്യാശ്രമം. വീട് വിറ്റ് കഴിഞ്ഞാൽ ചേച്ചി പൈസ അയച്ചു തരാം. അത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ഇടണം. പണം സൂക്ഷിച്ച് ചെലവാക്കണം. റെഗുലറായിട്ട് കത്ത് എഴുതണം. ചേച്ചിക്ക് നീ മാത്രമേ ഉള്ളൂ, അറിയാലോ. പൊയ്ക്കോ. വീട് വിൽക്കാനുണ്ടെന്നറിഞ്ഞു. എന്ത് വിലക്കാണെങ്കിൽ കൊടുക്കും. അഡ്വാൻസ് എത്ര വേണം അമ്മയ്ക്ക്? എന്തിനാ സുധു നീ ഗോഷ്ടിയൊക്കെ കാണിക്കുന്നത്? എനിക്കിവിടെ ജോലി കിട്ടി. കുഞ്ചു എവിടെ? അവൻ പോയി. അവനും ജോലി കിട്ടി ഹൈദരാബാദിൽ. അവിടെ ആശ്രമമുണ്ടോ? നീ എന്താ നിന്നെ പറ്റി വിചാരിച്ചിരിക്കുന്നത്? നീ കാണിച്ചൊക്കെ ശരിയാണെന്നാണോ? അല്ല, ശുദ്ധ തെമ്മാടിത്തരാണ്. പിടിച്ച് വലിച്ചിറക്കി കൊണ്ടുപോകാൻ എനിക്കറിയാം. പക്ഷെ നിനക്കിപ്പോ വട്ടാണ്, മുഴുത്ത വട്ട്. എല്ലാവരും തോപ്പിക്കാൻ വേണ്ടി സ്വയം തോറ്റു കൊടുക്കുന്ന വട്ട്. ആവശ്യമില്ലാത്തതൊക്കെ തലയിൽ കയറ്റി വെച്ചിരിക്കല്ലേ. ഇനി എങ്ങനെയൊക്കെയാണാവോ എന്നെ ശിക്ഷിക്കാൻ പോകുന്നത്? പ്രിപ്പയർഡ് ആയിട്ടിരിക്കാമല്ലോ, അതുകൊണ്ട് ചോദിച്ചു പോയതാ. അനിയൻ ചേട്ടൻ പൊയ്ക്കോട്ടെ. അനിയൻ ചേട്ടന്റെ വീട്ടിലേക്ക്. ഒരുപാട് ബന്ധുക്കൾ അവിടെ കാത്തിരിക്കുക വെച്ച് വിളമ്പിത്തരാൻ. നിന്റെ വേഷമുണ്ടല്ലോ എനിക്ക്. തമ്പ്രാൻകുട്ടി, ഈ കണക്കിന് അങ്ങോട്ട് പോയാൽ ഇവിടുത്തെ ഏറ്റവും വലിയ അബ്കാരി തമ്പ്രാൻകുട്ടി ആയിത്തീരും. പിന്നെ ഈ ദുനിയാവിലുള്ള എല്ലാ പത്രവും തമ്പ്രാൻകുട്ടിയുടെ കയ്യിലാവും. എനിക്കൊരു ലക്ഷ്യമേ ഉള്ളൂ പരീതേ. അത് നേടിയിട്ടേ ഞാൻ മുത്തശ്ശിയെ കാണാൻ വരുള്ളൂ. പരമേട്ട അതാ വരണു. ഇതെങ്ങോട്ടാ? എന്നെ നട റോട്ടിൽ ഇറക്കി വിട്ടതല്ലേ? ഇറക്കി വിട്ടതല്ല, നീ ഇറങ്ങിപ്പോയതാ. വേണ്ട, ഒന്നും പറയണ്ട. ഇനി ഞാൻ ഈ വീടിനകത്ത് കിടക്കുന്നില്ല. എങ്കിൽ നീ ദോ അവിടെ പോയി കിടന്നോ. എന്നാലേ അവിടെ കിടക്കുന്നില്ല, ഇവിടെ കിടക്കുന്നുള്ളൂ. രാത്രി മുഴുവൻ ഇരിക്കാമല്ലോ.
അഷ്ടപതി കേട്ടുറങ്ങുകയും ഉണരുകയും ചെയ്യുന്ന അക്ഷരങ്ങളുടെ അമ്മയ്ക്ക് അപമാനമായി നഗരത്തിലെ ഈ പുതിയ ആൽക്കഹോൾ രാജാവിന്റെ സ്ഥാപനങ്ങൾ അധമന്മാരുടെ അഭയകേന്ദ്രങ്ങളായി തീർന്നിരിക്കുകയാണ്. ആഡംബര വിരുന്നുകൾ ഒരുക്കി അധികാരി വർഗത്തെ ചൊൽപ്പടിക്ക് നിർത്തി അവകാശ ലംഘനങ്ങൾ നടത്തുന്ന ആരാപരിത ഈ ഫോട്ടോമാൻ? നമസ്കാരം. ആരാ? മനസ്സിലായില്ല. എനിക്ക് നന്നായിട്ട് മനസ്സിലായി. അക്ഷരപ്പുരയിൽ നിന്നൊരു ആൽക്കഹോൾ രാജാവ്. ഈ ക്യാപ്ഷൻ എനിക്കിഷ്ടമായി. ഞാൻ ആദ്യമായി ചെയ്യുന്ന അവകാശ ലംഘനമാണ് എന്റെ മുമ്പിൽ നിൽക്കുന്ന താൻ. ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി വിളിപ്പിച്ച അപമാനിച്ചതുകൊണ്ട് വിളിപ്പിച്ച രീതി കുറച്ച് അധികാരത്തിലായിപ്പോയി. അനന്തരാമനല്ലേ തന്നോട് ഇങ്ങനെയൊക്കെ എഴുതാൻ പറഞ്ഞത്? ആര് പറഞ്ഞാലും നേരിട്ട് കണ്ട് സ്റ്റഡി ചെയ്യാതെ ഒരു ജേർണലിസ്റ്റ് ഒന്ന് റിപ്പോർട്ട് ചെയ്യരുത്. തനിക്ക് എന്നെ അറിയാം. അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അനിയൻ തമ്പുരാനെ പറ്റി. ആരാ തന്റെ അച്ഛൻ? വാസുദേവ വാര്യർ. വാസുവേട്ടന്റെ മകളാ? അതെ. ഓ, വീട്ടിൽ മറ്റാരുമില്ല. അച്ഛൻ പരിഭ്രമിക്കും. ഞാൻ ഒഴിക്കോട്ടെ? ഞാൻ അറിഞ്ഞില്ല. ക്ഷമിക്കണം. ഒറ്റേ വീട്ടിൽ കൊണ്ടുവിട്. വരൂ. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളുടെ മകളാ. ഇതിലൊന്ന് ഒപ്പിട്ടെന്നേക്ക്. എന്തിനാ സാർ? എനിക്ക് പരാതിയൊന്നുമില്ലല്ലോ. പിന്നെന്തിനാ ഞാൻ ഒപ്പിടുന്നത്? പരാതി വേണമല്ലോ. സുഖവാസത്തിനൊന്നും അല്ലല്ലോ അവര് നിന്നെ വിളിച്ചോണ്ട് പോയത്. ബലാത്കാരമായിട്ട് വീട്ടിൽ നിന്നും കടത്തിക്കൊണ്ടുപോയി. കൊന്ന് റോഡിലെങ്ങാനും ഇട്ടിരുന്നെങ്കിൽ ഞങ്ങൾ ഉത്തരം പറയേണ്ടി വരത്തില്ലേ? ഒപ്പിട്. വളരെ അന്തസ്സായിട്ട് അവരെന്നോട് പെരുമാറിയത്. അന്തസ്സായിട്ട് തന്നെ അതിലൊരു ഒപ്പിട്ടേരെ. ഇട്ടേര്. ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിട്ടും വാസുവേട്ടൻ എന്നെ അറിയിക്കായിരുന്ന എന്താ? മനസ്സ് മടിച്ചിട്ടാണ് അറിയിക്കാതിരുന്നത്. അനിയൻ കുഞ്ഞിനെ കുറിച്ച് മോശമായി പത്രത്തിൽ എഴുതിയതിന് ഞാൻ അവളെ വഴക്ക് പറഞ്ഞു. കൂലി എഴുത്തുകാരിയാ കുഞ്ഞേ. ഇപ്പൊ മലയാള ശബ്ദത്തിൽ മുഴുവൻ കൂലി എഴുത്തുകാരാണല്ലോ. അവിടുന്ന് അവക്ക് കിട്ടുന്ന ശമ്പളമാ ഇവിടുത്തെ ഏക വരുമാനം. പോകണ്ടെന്ന് പറയാൻ പറ്റുമോ? കാലത്തേ ഇവിടുന്ന് ഇറങ്ങിപ്പോവും. പിന്നെ വന്നു കയറുന്നത് ഒരു നേരത്താ. എന്തു പറ്റി? എനിക്കറിയില്ല. അവരെന്നെ കൊല്ലാൻ വന്നു. ആര്? എനിക്കറിയില്ല. വരൂ, ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം. ഉമ്മായോട് തോറ്റാൽ അങ്ങാടിയിലെന്ന് പറയണ പോലെ നിങ്ങളെ തോൽപ്പിക്കാൻ എന്തിനാണിപ്പോ ആ കൊച്ചിനെ കൊല്ലുന്നത്? എടോ, അവര് കൊല്ലും. നമ്മൾ കൊന്നതാണെന്ന് വരുത്തി തീർക്കും. ഞാനാണ് അക്ഷരപ്പുരയിലെ ആൽക്കഹോൾ രാജാവ്. അവളാണ് അങ്ങനെ എഴുതിയത്. താനാണ് അവളെ വീട്ടിൽ നിന്ന് പൊക്കിക്കൊണ്ടുവന്നത്. അവളെ കൊണ്ട് പരാതി എഴുതിപ്പിച്ച് ഒപ്പിട്ട് വാങ്ങിയിട്ടുണ്ട്. കൊന്നത് നമ്മളാവില്ലേ? ജയിലിൽ പോയി കിടക്കണോ? പടച്ചോനെ, അതാണ് പട്ടരുടെ ബുദ്ധി. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? വാസേട്ടനെയും കൂട്ടി ഞാൻ തന്നെ കൂടെ പോയി അവളെ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുപ്പിച്ചു. പത്രത്തിലെ ജോലി രാജിവെപ്പിച്ചു. വാസുവേട്ടന്റെ വീട് ഞാൻ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞു. അത് നന്നായി. വലിയ മനസ്സാ തമ്പ്രാൻകുട്ടിനെ. അല്ലാഹ് കാക്കട്ടെ.